ഒരു കുഞ്ഞു ജനിക്കുക എന്ന് പറയുന്നത് മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. എന്നാൽ ലാളിച്ചു വളർത്തുന്നതിനിടയിൽ നമ്മുടെ അശ്രദ്ധ കൊണ്ട് തന്നെ ആ കുഞ്ഞ് മരണപ്പെടാനിടയായാൽ അത് ആ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അവർക്ക് സഹിക്കാൻ കഴിയുന്ന ഒന്നായിരിക്കില്ല. അത്തരത്തിലൊരു ദാരുണമായ സംഭവമാണ് കഴിഞ്ഞ ദിവസം നടന്നത്. കുട്ടികളുള്ള വീടുകളിൽ നമ്മൾ എത്രത്തോളം സുരക്ഷാ ക്രമീകരണം ഒരുക്കിയിരിക്കണമെന്നതിന്റെ വലിയ ഒരു ഉദാഹരണം കൂടിയാണ് ഈ ഒരു സംഭവം. കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കുക എന്നത് മാതാപിതാക്കളുടെ ഉത്തരവാദിത്വം തന്നെയാണ്. കാരണം ചെറിയ ഒരു അശ്രദ്ധ മതി ആ കുഞ്ഞു ജീവൻ നമുക്ക് നഷ്ടപ്പെടാൻ. 7 വർഷങ്ങൾക്ക് മുൻപാണ് സൂര്യ സ്നേഹ ദമ്പതികളുടെ വിവാഹം നടക്കുന്നത്. ഇരുവർക്കും 4 കുട്ടികളുമുണ്ട്. 1.5 വർഷങ്ങൾക്ക് മുൻപാണ് ഇവർക്ക് ഇരട്ട കുഞ്ഞുങ്ങൾ പിറക്കുന്നത്. ഇതിലൊരു കുഞ്ഞായ മൈഥിലി എന്ന പെൺകുഞ്ഞാണ് കഴിഞ്ഞ ദിവസം അതിദാരുണമായി മരണപ്പെടുന്നത്. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് സംഭവം നടക്കുന്നത്. സ്നേഹ അടുക്കളയിൽ പാചകത്തിൽ ഏർപ്പെട്ട സമയത്ത് ഇളയ 2 ഇരട്ട കുഞ്ഞുങ്ങളും അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വിറകടുപ്പിലാണ് ഇവർ പാകം ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ വിറകടുപ്പ് കത്തിക്കാൻ വേണ്ടി ഒരു കുപ്പിയിൽ അവർ ഡീസൽ അവിടെ കരുതി വെച്ചിരുന്നു. എന്നാൽ ഇത് വളരെ അലക്ഷ്യമായി ആ കുഞ്ഞിനെ ലഭിക്കുന്ന സ്ഥലത്ത് തന്നെയാണ് ഇവർ വെച്ചിട്ടുണ്ടായിരുന്നത്. കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ മൈഥിലി ഇത് വെള്ളമാണെന്ന് കരുതി എടുത്ത് കുടിക്കുകയായിരുന്നു. കുറച്ചു സമയത്തിന് ശേഷം കുഞ്ഞിന്റെ കയ്യിൽ ഈ കുപ്പി കണ്ടതോടെയാണ് സ്നേഹയ്ക്ക് സംശയം തോന്നുന്നത്. തുടർന്ന് വീട്ടുകാരെ വിവരമറിയിക്കുകയും ഉടൻ തന്നെ അടുത്തുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. എന്നാൽ അവിടെ എത്തിയപ്പോഴേക്കും കുഞ്ഞിന്റെ സ്ഥിതി വഷളായതോടെ ഉടൻ തന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റാൻ വേണ്ടി ഡോക്ടർമാർ നിർദ്ദേശിക്കുകയായിരുന്നു. എന്നാൽ അവിടെ ചികിത്സയിലിരിക്കെ ഇന്നലെയാണ് കുഞ്ഞ് മരണത്തിന് കീഴടങ്ങുന്നത്. അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിലെ കടലൂർ ജില്ലയിലാണ് സംഭവം നടക്കുന്നത്. എന്തായാലും ഏറെ ദാരുണമായ ഈ സംഭവത്തിൽ രക്ഷിതാക്കളുടെ പങ്ക് വളരെ വലുതാണ്. കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന ഇത്തരത്തിലുള്ള അപകടങ്ങളെക്കുറിച്ച് എല്ലാ മാതാപിതാക്കൾക്കും അറിവുണ്ടെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങൾ ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്ന ഒരു ധാരണ നമ്മളിൽ പലർക്കുമുണ്ട്. ഇതുതന്നെയാണ് ഇത്തരത്തിലുള്ള വലിയ അപകടങ്ങൾക്ക് വഴിവെക്കുന്നത്. കുട്ടികളുള്ള വീടുകളിൽ പ്രധാനമായും ഒരുക്കേണ്ട സുരക്ഷകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. കുട്ടികളെ വെള്ളത്തിൽ ഒറ്റയ്ക്ക് വിടരുത് എന്നതാണ് ആദ്യമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കുട്ടികളെ വെള്ളത്തിനടുത്തിരുത്തിയ ശേഷം ഒരു ഫോൺ എടുക്കാൻ പുറത്തു പോകുന്ന സമയത്തിനുള്ളിൽ തന്നെ അപകടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ ഏറെയാണ്. അതുപോലെ തന്നെ ഡിറ്റർജന്റുകളും കെമിക്കൽ ഉൽപ്പന്നങ്ങളും കുട്ടികളുടെ കൈയെത്തുന്ന ദൂരത്ത് ഒരിക്കലും സൂക്ഷിച്ചു വെക്കരുത്. കുട്ടികളുടെ കൈയെത്തുന്ന സ്ഥലങ്ങളിൽ പ്ലഗ് പോയിന്റുകളും മറ്റ് ഇലക്ട്രിക് ഉപകരണങ്ങളും വെക്കുന്നതും ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങനെ പ്ലഗ് പോയിന്റുകൾ ഉണ്ടെങ്കിൽ അത് ഒരു ടാപ്പ് ഉപയോഗിച്ച് മൂടി വെക്കാനായി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കുട്ടികളുള്ള സ്ഥലങ്ങളിൽ ഗേറ്റുകളും വാതിലുകളും എല്ലാം എപ്പോഴും അടച്ചിടാൻ വേണ്ടി സൂക്ഷിക്കണം. മൂർച്ചയേറിയ വീട്ടുപകരണങ്ങളും മരുന്നുകളും ഒന്നും കുഞ്ഞുങ്ങൾക്ക് കൈയെത്തുന്ന സ്ഥലങ്ങളിൽ ഒരിക്കലും വെക്കാതിരിക്കുക. അതുപോലെ തന്നെ വളർത്തുമൃഗങ്ങൾ ഉള്ള വീടുകളിൽ കുഞ്ഞുങ്ങൾ അവയുമായി ഇടപഴകുമ്പോൾ അതീവ ശ്രദ്ധയോടെ തന്നെ കൈകാര്യം ചെയ്യണം. ഇതുപോലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെ ഇവയെല്ലാം പറഞ്ഞ് പഠിപ്പിക്കുക കൂടി ചെയ്യണം. ഇതിലൂടെ നമ്മുടെ വീട് കുഞ്ഞുങ്ങൾക്ക് വളരാനും കളിക്കാനും പഠിക്കാനും എല്ലാം കഴിയുന്ന ഒരു സുരക്ഷിത സ്ഥലമായി മാറ്റിയെടുക്കാൻ സാധിക്കും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.